ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സീരിയസ് ഐക്കോ വ്ളോഗ്സ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഒരു കപ്പൽ കാണാൻ പോവുകയാണ്. വെറും കപ്പലല്ല, ഒരു യുദ്ധക്കപ്പൽ. അപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. സാധാ ഒരു യുദ്ധക്കപ്പലല്ല, നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ. ഞാനിപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ യുദ്ധക്കപ്പൽ കാണാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പബ്ലിക്കിനെല്ലാം കയറ്റിവിടത്തില്ല. അപ്പോൾ ഈ ഹൈക്കമ്മീഷന് ഒരു ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ യുദ്ധക്കപ്പൽ കാണാനായിട്ട് പോകുന്നത്. ഒരു റെസ്ട്രിക്റ്റഡ് നമ്പർ ഓഫ് പീപ്പിളിന് മാത്രമേ കപ്പൽ കാണാനായിട്ട് അലോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും അത് കാണാനൊരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ യുദ്ധക്കപ്പൽ എന്ന് പറയുന്നത് INS സഹ്യാദ്രി, അതായത് നമ്മുടെ ഇന്ത്യയുടെ ശിവാലിക് ഫ്രിഗേറ്റിലുള്ള ഒരു കപ്പലാണ് INS സഹ്യാദ്രി. വളരെ ആധുനികമായിട്ടുള്ള മിലിറ്ററി സാങ്കേതിക സംഭവങ്ങളൊക്കെ ഉള്ള ഒരു കപ്പലാണ്. അതെ, അപ്പോൾ ഇന്ന് നമുക്ക് പോയി നമ്മുടെ ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനികമായ INS സഹ്യാദ്രി കപ്പലിൻ്റെ കുറച്ച് ആരും കാണാത്ത കാഴ്ചകൾ കണ്ടിട്ട് മടങ്ങി വരാം. സോ വൺസ് അഗെയിൻ വെൽക്കം ടു സീരിയസ് ഐക്കോ വ്ളോഗ്സ്. ഞാനിപ്പോൾ വെല്ലിംഗ്ടണിലുള്ള നമ്മുടെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലേക്ക് കയറിയപ്പോൾ തന്നെ ആദ്യം കണ്ടത് ഗ്ലോബൽ മില്ലറ്റ്സ് കോൺഫറൻസ് എന്ന് എഴുതിയേക്കുന്ന ഒരു ഫ്ലെക്സിന് താഴെയായി പല തരത്തിലുള്ള മില്ലറ്റ് വിഭാഗത്തിലുള്ള ധാന്യങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നതാണ്. പല പല കമ്പനികളുടെ പാക്കറ്റുകളാണ് ഈ വെച്ചിരിക്കുന്നത്. അപ്പോൾ ലോകത്ത് തന്നെ മില്ലറ്റ് ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യയാണ്. അപ്പോൾ അതിനോട് സംബന്ധിച്ചുള്ള എന്തെങ്കിലും കോൺഫറൻസ് ആയിരിക്കണം ഈ ഗ്ലോബൽ മില്ലറ്റ്സ് കോൺഫറൻസ്. ഞങ്ങളിപ്പോൾ ബസ്സിലിരിക്കുകയാണ്. കപ്പലിലോട്ട്, അതായത് പോർട്ടിലോട്ട് നമ്മളെ കൊണ്ടുവന്ന് ബസ്സിലിരിക്കുകയാണ്. കുറച്ച് ആൾക്കാരേ ഉള്ളൂ, കുറച്ച് നമ്മുടെ ഇന്ത്യക്കാരാണ്. ആ കിടക്കുന്നതാണ് INS സഹ്യാദ്രി. 10 മിനിറ്റോളമുള്ള ബസ് യാത്രയ്ക്കൊടുവിൽ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ യുദ്ധക്കപ്പൽ വെല്ലിംഗ്ടൺ തുറമുഖത്ത് കിടക്കുന്നത് ഞങ്ങൾ കണ്ടു. ആ കാണുന്ന കൂറ്റൻ 4 കോൺക്രീറ്റ് ടാങ്കുകൾ ഷിപ്പിൻ്റെ ഫ്യൂവലൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉള്ളതാണെന്ന് തോന്നുന്നു. എന്തിനുള്ള സ്റ്റോറേജ് ആണെന്ന് എനിക്ക് കറക്റ്റായി അറിയില്ല. അറിയാവുന്നവർ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ ഞങ്ങൾ വെല്ലിംഗ്ടൺ പോർട്ടിനുള്ളിലേക്ക് കടക്കാൻ തുടങ്ങിയാണ്. പോർട്ടിൻ്റെ എൻട്രി ഗേറ്റാണ് ഈ കാണുന്നത്. പോർട്ടിലെ ചെക്ക് പോസ്റ്റിൽ വെയിറ്റ് ചെയ്യണം. അപ്പോൾ പുറത്തുനിന്ന് പോർട്ടിൻ്റെ ഒരു സെക്യൂരിറ്റി ഓഫീസർ വന്നിട്ട് നമ്മുടെ എല്ലാം ഐഡൻറ്റിറ്റി പരിശോധിക്കുകയാണ്. അപ്പോൾ കപ്പൽ കാണാനായിട്ട് അലൗഡ് ആയിട്ടുള്ള എല്ലാവരുടെയും കയ്യിൽ ഇതുപോലൊരു ഓറഞ്ച് നമ്പേർഡ് ടാഗ് കെട്ടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. നമ്മുടെ യുദ്ധക്കപ്പലിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ. ഒരു 2 മാസം മുന്നേ ജപ്പാൻ വേഴ്സസ് നോർവേ ഫുട്ബോൾ മാച്ച് കണ്ട സ്കൈ സ്റ്റേഡിയമാണ് ഈ പോർട്ടിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കാണുന്നത്. യെസ്, അങ്ങനെ നമ്മൾ നമ്മുടെ യുദ്ധക്കപ്പലിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെയും ന്യൂസിലൻഡിൻ്റെയും ഫ്ലാഗ് ഒരുമിച്ച് വെച്ചിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഏത് രാജ്യത്തിൻ്റെ തുറമുഖത്താണോ കപ്പൽ അടുപ്പിച്ചിരിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ഫ്ലാഗും കൂടെ ചേർക്കണമെന്നാണ് റൂള്. INS സഹ്യാദ്രിയുടെ മെയിൻ ഡെക്കിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. കപ്പലിൻ്റെ മുൻവശത്തായ നമ്മുടെ ഇന്ത്യൻ പതാക, ഇന്ത്യൻ ഫ്ലാഗ് കാറ്റത്ത് പറക്കുന്ന ഒരു പ്രൗഡ് മൊമെൻ്റാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങളോടൊപ്പം ഇന്ന് ഈ കാണുന്ന ഇത്രയും പേരുണ്ട് നമ്മുടെ യുദ്ധക്കപ്പൽ കാണാനായിട്ട്. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇതുപോലൊരു കാഴ്ച നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നതല്ല. ലോകത്തിനു മുൻപിൽ ഇന്ത്യയുടെ ശക്തി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ ഈ യുദ്ധക്കപ്പൽ ആയിരക്കണക്കിന് നോട്ടിക്കൽ മൈലുകളും കടലും ഒക്കെ കടന്ന്
ഇപ്പോൾ ഈ വെല്ലിംഗ്ടൺ തുറമുഖത്ത് നിൽക്കുമ്പോൾ ഓരോ ഭാരതീയനെയും പോലെ എൻ്റെ ഉള്ളിലും അത്രയും എക്സൈറ്റ്മെൻ്റ് ആണ്. Lieutenant Commander Warship. I am electronic warfare officer of the ship. So we are standing on the INS Sahyadri. This is the third ship of Project 17 Swali class of ship. We got commissioned on 21st July 2012. It was built by and designed by Mazagondock Limited in Mumbai. This is the third ship, as I told. The first one is Shivalik, Satpura, followed by Sahyadri. To explain, the ship is basically divided into three parts: forecastle, midship, and quarterdeck. So forecastle is the one which we are standing on. This is the forwardmost part of the ship. Midship is the living spaces or workspaces. That is the midship, and after the harrow-deck is there, that is the quarterdeck. And basically, this is where your equipment and weapons starts from the forecastle. So ഷിപ്പിന് മുകളിലായി നിരവധി കമ്മ്യൂണിക്കേഷൻസ് എക്യുപ്മെൻറ്റ്സ് കാണാം. അതായത് സോണാർ, റഡാർ, അതുപോലെയുള്ള നിരവധി കമ്മ്യൂണിക്കേഷൻസ് എക്യുപ്മെൻറ്റ്. അതിന് താഴെയായിട്ടാണ് ഈ ഷിപ്പിൻ്റെ കൺട്രോൾ റൂം, അതായത് സ്റ്റിയറിംഗ് കൺട്രോൾ, ഈ ഷിപ്പിനെ നിയന്ത്രിക്കുന്ന ആ ഒരു കൺട്രോൾ റൂം അവിടെയാണ്. ഷിപ്പിൻ്റെ ഫ്രണ്ടിലുള്ള ആ പീരങ്കിയൊക്കെ ഇരിക്കുന്ന ആ ഒരു വെപ്പൺസ് ഡെക്കിൽ നിന്ന് ഞങ്ങളിപ്പോൾ ഷിപ്പിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ്. അകത്ത് എത്രത്തോളം വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, അത് അലൗഡ് ആണോ എന്നും അറിയത്തില്ല. എന്തായാലും പറ്റുന്നത് പോലെ നോക്കാം. ഷിപ്പിൻ്റെ അകത്തൂടെ പോവുകയാണ്. ഷിപ്പിൻ്റെ ഉള്ളിലായി വലിയൊരു ബോട്ട് വെച്ചിരിക്കുന്നതായി കണ്ടു. അതായത് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫ് റാഫ്റ്റ് ആണെന്ന് തോന്നുന്നു ഈ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റാഫ്റ്റിന് താരാപോർ എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത്, താരാപോർ ലൈഫ് റാഫ്റ്റ്. ഹിൽ വാച്ചിനായി നോർത്ത് ഐലൻഡിൽ നിന്ന് സൗത്ത് ഐലൻഡിലേക്ക് പോയപ്പോൾ ആ ഫെറിയിൽ ഇതുപോലുള്ള റാഫ്റ്റുകളൊക്കെ ഷിപ്പിന് പുറത്തായിട്ടാണ് വെച്ചിരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഞങ്ങൾ നടക്കുന്നതിൻ്റെ ഇരുവശത്തായും ഷിപ്പിൻ്റെ നിരവധി പൈപ്പുകളും കണക്ഷൻസും, അങ്ങനെ വളരെ ടോട്ടലി ഒരു മെഷ് പോലാണ് തോന്നിയത്. ഷിപ്പിൻ്റെ ഫ്രണ്ടിലൂടെയാണ് നമ്മൾ വന്നത്. എന്നിട്ട് അകത്തുകൂടെ കയറി ഇപ്പോൾ ഷിപ്പിൻ്റെ ബാക്ക് സൈഡായിട്ട് അറിയപ്പെടുന്ന ഷിപ്പിൻ്റെ ടെയിൽ എൻഡിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഷിപ്പിൻ്റെ ഫ്രണ്ടിൽ വെപ്പൺസ് ആണെങ്കിൽ ഈ ബാക്ക് സൈഡിൽ, അതായത് ഈ ടെയിൽ എൻഡിൽ ഒരു ഹെലിപാഡൊക്കെയാണ്. അപ്പോൾ ഒരു ഫ്രീ സ്പേസ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ INS സഹ്യാദ്രിയിൽ നിന്ന്, നമ്മുടെ ഇന്ത്യയുടെ യുദ്ധക്കപ്പലിൽ നിന്നുകൊണ്ടുള്ള വെല്ലിംഗ്ടണിൻ്റെയും സമീപത്തുള്ള കുന്നുകളുടെയും ഒക്കെ കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. കപ്പലിൻ്റെ മുന്നിലായി നമ്മുടെ രാജ്യത്തിൻ്റെ, അതായത് ഇന്ത്യൻ ഫ്ലാഗാണ് വെച്ചിരിക്കുന്നത്. അതേസമയം കപ്പലിൻ്റെ ഈ ടെയിൽ എൻഡിലായിട്ട് ഇന്ത്യൻ നാവികസേനയുടെ പതാകയാണ് വെച്ചിരിക്കുന്നത്. നാവികസേനയുടെ പുതിയ പതാകയായ നിഷാൻ എന്ന പേരുള്ള പതാകയാണ് നമ്മളീ കാണുന്നത്. എനിക്ക് തോന്നുന്നു 2022 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പുതിയ പതാക, ഇന്ത്യൻ നാവികസേനയുടെ ഈ പുതിയ പതാക അനാച്ഛാദനം ചെയ്യുന്നത്. 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഇന്ത്യൻ നേവൽ ഫ്ലാഗിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഈ നേവൽ ഫ്ലാഗിൻ്റെ ഡിസൈൻ നമ്മുടെ ഇന്ത്യയുടെ മഹാരാജാവായ ഛത്രപതി ശിവജിയുടെ മുദ്രയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മുടെ ഈ നേവൽ ഫ്ലാഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷിപ്പ് കാണാനെത്തുന്ന അതിഥികൾക്ക് വാങ്ങുവാനായി നേവിയോട് സംബന്ധിച്ചുള്ള കുറച്ച് സുവനീഴ്സ് വിൽക്കാനായി വെച്ചിട്ടുണ്ട്. പല ഡിസൈനിലുള്ള ടീഷർട്ടുകൾ, തൊപ്പികൾ, അതുപോലെ ബാഡ്ജുകളൊക്കെയാണ് ഞാനവിടെ കണ്ടത്. അപ്പോൾ ഇന്ത്യ വിട്ട് ഇത് ന്യൂസിലൻഡ് കടൽ തീരങ്ങളിലാണെങ്കിലും നമുക്ക് ഇന്ത്യൻ റുപ്പി കൊടുത്ത് ഈ സുവനീറുകളൊക്കെ വാങ്ങാവുന്നതാണ്. അപ്പോൾ സുവനീർ ഷോപ്പിംഗ് മാത്രമല്ല, ഷിപ്പ് കാണാനായി എത്തുന്ന അതിഥികൾക്കായി ഇവർ നല്ല ചൂട് ചായയും പലഹാരവും ഒക്കെ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു.
കപ്പലിൽ നിൽക്കുമ്പോൾ കടലിൽ നിന്നുള്ള തണുത്ത കാറ്റിൽ നിന്നൊക്കെയുള്ള ഒരു ശമനമായി ഇങ്ങനെ ഒരു സംവിധാനം എന്തായാലും ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ കപ്പലിൻ്റെ ബാക്ക് സൈഡ്, അതായത് ടെയിൽ എൻഡിൽ നിന്ന് കപ്പലിനുള്ളിലെ കാഴ്ചകൾ കാണാനായി കയറി. കപ്പലിനുള്ളിലെ കാഴ്ചകൾ എത്രത്തോളം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അത് അലൗഡ് അല്ല ഡ്യൂ ടു സെക്യൂരിറ്റി റീസൺസ്. 3 നിലയായിട്ടാണ് കപ്പലിൻ്റെ ഉൾഭാഗം ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് കൺട്രോൾ റൂം. ആ കൺട്രോൾ റൂമിൽ ഇരുന്നുകൊണ്ടാണ് നമ്മുടെ ക്യാപ്റ്റൻ ഓഫീസേഴ്സും ഈ ഷിപ്പ് നിയന്ത്രിക്കുന്നത്. യുദ്ധക്കപ്പലായതുകൊണ്ട് തന്നെ കപ്പലിൻ്റെ എൻജിൻ റൂം, കൺട്രോൾ റൂം തുടങ്ങിയ സ്ഥലങ്ങളൊന്നും നമുക്ക് വീഡിയോയിൽ പകർത്താൻ അലൗഡല്ല. നാവികസേന ആയതുകൊണ്ട് തന്നെ ഇവരുടെ കുറച്ച് ഡൈവിംഗ് എക്യുപ്മെൻറ്റ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്സിജൻ സിലിണ്ടറും മാസ്കുകളും ഒക്കെ കാണാം. അങ്ങനെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും കപ്പലിൻ്റെ മുൻവശത്തായിട്ടുള്ള മെയിൻ ഡെക്കിലേക്ക് എത്തി. യുദ്ധസമയത്ത് ശത്രുവിനെ പ്രതിരോധിക്കാനൊക്കെ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള വെപ്പൺസ് ആണ് നമ്മൾ ഈ കാണുന്നത്. പീരങ്കി, അതേപോലെ മിസൈൽ ലോഞ്ചർ, അതൊക്കെയാണ് ഈ കപ്പലിൻ്റെ മുൻഭാഗത്തായി നമ്മൾ കാണുന്നത്. അപ്പോൾ ക്യാപ്റ്റനോട് ചോദിച്ചതനുസരിച്ച് ഈ യുദ്ധക്കപ്പലിലെ ആയുധങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ടെസ്റ്റ് ഫയറിങ്ങിന് മാത്രമാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ശരിക്കുള്ള യുദ്ധത്തിന് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അങ്ങനൊരു സന്ദർഭം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ സാധാ ഒരു കപ്പലിനെ അപേക്ഷിച്ച് ഒരു യുദ്ധക്കപ്പലാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് എക്യുപ്മെൻറ്റ്സും വെപ്പൺസും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഗൈസ്, സഹ്യാദ്രിയുടെ വ്ളോഗ് ഇവിടെ തീരുകയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ടൂറായിരുന്നു. നമ്മുടെ സഹ്യാദ്രിയിലെ ഓഫീസേഴ്സ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇതൊരു മിലിറ്ററി ഷിപ്പ് ആയതുകൊണ്ട് തന്നെ അകത്തെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഇല്ല. അപ്പോൾ ഇത് കണ്ടോ, നമ്മളെവിടെ പോയാലും അവിടുന്ന് ഒരു സുവനീർ കളക്ട് ചെയ്യുന്ന പരിപാടിയുണ്ട്. അതുമാത്രമല്ല ക്യാപ്സ്, അതായത് തൊപ്പി കളക്ട് ചെയ്യുന്നത് എൻ്റെ ഒരു ഹോബി കൂടിയാണ്. അപ്പോൾ ഇന്ന് INS സഹ്യാദ്രിയിൽ നിന്ന് നമ്മൾ അതിൻ്റെ ലേബലുള്ള ഒരു തൊപ്പി നമ്മൾ സുവനീറായി മേടിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? കിടിലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ INS സഹ്യാദ്രിയുടെ ടൂർ ഇവിടെ തീരുകയാണ്. നിങ്ങൾ ഈ എൻ്റെ പുറകിൽ കാണുന്നത് പോലെ അതെല്ലാം വിവിധ ഇനം മിലിറ്ററി ഫണ്ട്സും ഒക്കെയാണ്. എന്തായാലും വളരെ മനോഹരമായിരുന്നു. ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം ഒരു എക്സ്പീരിയൻസ് ആണ്. ഇനി എപ്പോഴാണ് ഇങ്ങനൊരു വാർഷിപ്പിനകത്ത് നമുക്ക് കയറി നിൽക്കാൻ പറ്റുന്നതെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ഇവിടുത്തെ ഓഫീസേഴ്സ് പറഞ്ഞതനുസരിച്ച് നമ്മൾ ഈ വാർഷിപ്പിൽ ഇത്രയും വെപ്പൺസ് ഒക്കെ കണ്ടെങ്കിലും ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇവർ ഒരു പ്രാക്ടീസ് ഫയറിംഗ് ആയിട്ട് എന്തോ യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. ലാസ്റ്റ് നമ്മുടെ നേവൽ ഒരു ഫയറിംഗ് എന്തോ 1970s എന്തോ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ഇതെല്ലാം നമുക്കെന്തായാലും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ INS സഹ്യാദ്രി നാളെ ഇവിടുന്ന് വെല്ലിംഗ്ടണിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ INS സഹ്യാദ്രിക്ക് എല്ലാവിധ ആശംസകളും നേരിട്ടുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കരുത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ അടിപൊളി വീഡിയോകളുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ ഇതാണ് നമ്മളിന്ന് മേടിച്ച INS സഹ്യാദ്രിയുടെ തൊപ്പി. നമ്മൾ സുവനീറായിട്ട് മേടിച്ചതാണ്. അടിപൊളി ഒരു തൊപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ സഹ്യാദ്രി എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേവിയുടെ എംബ്ലം, അതുപോലെ അതിൻ്റെ ബാക്കിൽ നമ്മുടെ നേവിയുടെ മോട്ടോ വിക്ടറി ത്രൂ വാലർ ആൻഡ് വിസ്ഡം. ഇത് INS സഹ്യാദ്രിയുടെ മോട്ടോയാണ്. അതേപോലെ അതിൻ്റെ നമ്പർ F49. കൊള്ളാം, നല്ലൊരു തൊപ്പി. 350 രൂപയാണ് നമ്മൾ കൊടുത്തത്. എന്തായാലും സൂനിയറായിട്ട് ഇത് മേടിച്ചത് എനിക്ക് വളരെ സന്തോഷമാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ?